പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പൗരത്വ ഭേദഗതി നിയമത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. നിയമത്തിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചു. ഹർജികൾ അടുത്ത മാസം 9 വീണ്ടും പരിഗണിക്കും. 4 വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സതുദ്ദേശത്തോടെയല്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനുള്ളിൽ പൗരത്വം നൽകുന്ന നടപടി ആരംഭിച്ചാൽ കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അനുബന്ധമായി പുറപ്പെടുവിച്ച ചട്ടത്തിന്റെയോ സാധുതാ പരിശോധനയിലേക്ക് സുപ്രീം കോടതി ഇന്ന് കടന്നില്ല. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷകളിൽ മറുപടി അറിയിക്കാൻ സാവകാശം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപേക്ഷകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുള്ളതാണ്. പൗരത്വ നിയമമോ ചട്ടമോ ഒരാൾക്കും പൗരത്വം നിഷേധിക്കാനോ ഏതെങ്കിലും മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനോ അല്ല. 2014 മുൻപ് ഇന്ത്യയിൽ അഭയം തേടിയ അതിർത്തി രാജ്യങ്ങളിലെ ചില വിഭാഗങ്ങളിലെ ആളുകൾക്ക് പൗരത്വത്തിന്റെ സംരക്ഷണം നൽകുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. നടപടികളും സംവിധാനങ്ങളും പൂർത്തിയാകാൻ 3 മാസമെങ്കിലും വേണ്ടിവരുമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. കേന്ദ്ര നിലപാടിനെ ശക്തമായാണ് എതിർപക്ഷം ഗണ്ണിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഈ നിയമം ലംഘിക്കുന്നു. ഒരു മതവിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. നിയമം പാസായി 4 വർഷവും 4 മാസവും കഴിഞ്ഞാണ് ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അസ്വാഭാവികത കാണാമെന്നും ഹർജിക്കാർ വാദിച്ചു. നിയമത്തിനെതിരെ രാജ്യത്തുള്ള വികാരം പോലും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എതിർവിഭാഗം പറഞ്ഞു. അപേക്ഷകളിൽ നോട്ടീസ് പുറപ്പെടുവിച്ച കോടതി അടിയന്തര ഇടക്കാല സ്റ്റേയ്ക്ക് തയ്യാറായില്ല. ഇക്കാലയളവിൽ പൗരത്വം അനുവദിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നും കോടതി വിലയിരുത്തി. ഹർജിക്കാരിൽ ആദ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ കപിൽ സിബലും ഹാരിസ് ബീരാനും പ്രതിനിധീകരിച്ചു. ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നുള്ള മറ്റൊരു വാദമാണ് കോടതിയിൽ ലീഗ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ട് കോടതി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. എംപവേർഡ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. ആ കമ്മിറ്റികളൊന്നും നിലവിൽ വന്നിട്ടില്ല. അതിനെല്ലാം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത്. 3 ആഴ്ച സാവകാശമാണ് മറുപടി നൽകാൻ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പുറമെ ഡിവൈഎഫ്ഐ, രമേശ് ചെന്നിത്തല, കേരള സർക്കാർ എന്നിവരുടെ അടക്കമുള്ള ഹർജികൾ ഇനി ഏപ്രിൽ 9 സുപ്രീം കോടതി പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പ്രൈം ടൈം ന്യൂസിൽ ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പാലക്കാട്ട് ബിജെപിയുടെ പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ നടത്തിയ റോഡ് ഷോയിൽ പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാനെത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് രാവിലെ പാലക്കാട്ടെത്തിയ പ്രധാനമന്ത്രി മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി നേരെ 5 വിളക്കിലേക്ക്. തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പാലക്കാട്, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും. 5 വിളക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ബാരിക്കേഡുകൾക്ക് ഇരുവശവും നിന്ന് BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. റോഡ് ഷോ വളരെ ആവേശകരമായിരുന്നു, ഉജ്ജ്വലമായിരുന്നു. പാലക്കാട് ജനതയ്ക്ക് വലിയൊരു ആവേശക്കടല് തിരയിളകി മോദിജി വന്നപ്പോൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കും. മോദിയുടെ ആ വരവ് ഒരു ഗജകേസരിയുടെ ഒരു വരവായിരുന്നു. അതോടുകൂടി ഇവിടുത്തെ പാലക്കാടിലെ മൊത്തം ജനങ്ങൾ ആവേശക്കടലിലാണ്. 20 മിനിറ്റിൽ റോഡ് ഷോ പൂർത്തിയാക്കി മടക്കം. സേലത്താണ് ഇനി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് യോഗം. ഇതിനിടെ മലപ്പുറം സ്ഥാനാർത്ഥി M അബ്ദുൽ സലാമിന് SPG അനുമതി നിഷേധിച്ചത് കല്ലുകടിയായി. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ജില്ലയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വീണ്ടും പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയാൽ ഇത്തവണ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥിയും പറയുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാലക്കാട് സന്ദർശനത്തെ പരിഹസിച്ച LDFും UDFും BJPക്ക് 1 വോട്ട് പോലും അധികം ലഭിക്കില്ലെന്ന് CPIM പറഞ്ഞു. മോദിയുടെ സന്ദർശനം തുടർന്നാൽ UDFിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് NDA വിജയമുറപ്പിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
എല്ലാ വിഭാഗം ജനങ്ങളും മോദിയെ വരവേൽക്കുന്നു എന്നുള്ളത് മാറ്റത്തിന്റെ സൂചനയാണ്. കേരളം ഇത്തവണ മാറുക തന്നെ ചെയ്യും. ഈ മണ്ഡലവും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടികൾ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വം അതിൽ ഉചിതമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും വോട്ടെന്തെങ്കിലും കിട്ടാൻ പോകുന്നു? അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,18,000 വോട്ട് കിട്ടി. ആ വോട്ട് എന്തായാലും BJPക്ക് ഇപ്രാവശ്യം ഇവിടെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ BJP ജയിച്ചു പോകുമെന്ന ഒരു ധാരണയും ആർക്കും വേണ്ട. മോഡി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്രയും UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൽ സലാമിനെ ഒഴിവാക്കിയതിൽ വിവാദം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അബ്ദുൽ സലാമിനെ ഫോണിൽ വിളിച്ചു. പരാതിയില്ലെന്നും വിവാദം അനാവശ്യം എന്നുമാണ് അബ്ദുൽ സലാമിന്റെ പ്രതികരണം. പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പാലക്കാട്, പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ തുറന്ന ജീപ്പിൽ നരേന്ദ്രമോദിക്കൊപ്പം മലപ്പുറം സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൽ സലാമിനെ കണ്ടില്ല. പിന്നാലെ വിവാദം. വാഹനത്തിൽ കയറാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്ന് ഡോക്ടർ M അബ്ദുൽ സലാം. ഞാൻ പോയത് മോഡിജി അടുത്ത് വരുന്നുണ്ട്, മോഡിജിയെ കാണണം, ഗ്രീറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തണം, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അത് ഭംഗിയായിട്ടാണ്. എനിക്ക് നല്ല പ്രൈം മിനിസ്റ്റർ കുട്ടിലൊക്കെ കിട്ടി. അത്ര ക്രിയേറ്റീവ് സ്റ്റോറീസ്. പ്രൈം മിനിസ്റ്റർ വണ്ടി കയറണമെന്ന് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏത് BJPക്കാരനാണുള്ളത്? BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ M അബ്ദുൽ സലാമിനെ ഫോണിൽ വിളിച്ച് സാഹചര്യം തിരക്കി. തനിക്ക് പരാതി ഇല്ലെന്ന് അബ്ദുൽ സലാം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. 24 മലപ്പുറം. പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് ഉടൻ പുറത്തിറക്കും. പ്രകടന പത്രികയുടെ കരട് അന്തിമാനുമതിക്കായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരിഗണനയ്ക്ക് വിട്ടു. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഉറപ്പുകൾ ഗെയിം ചേഞ്ചർ ആകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. പങ്കാളിത്ത ന്യായം, കർഷക ന്യായം, യുവന്യായം, തൊഴിൽ ന്യായം, മഹിളാ ന്യായം 5 ഇനങ്ങളിലായി 25 പദ്ധതികളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവർത്തക സമിതിയിലെ വിശദ ചർച്ചയ്ക്ക് ശേഷം പ്രകടന പത്രികയുടെ അന്തിമ അംഗീകാരത്തിനായി കോൺഗ്രസ് അധ്യക്ഷന് കൈമാറി. മോദിയേക്കാൾ മുൻപ് രാഹുൽ ഗാന്ധിയാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി നൽകിയതെന്ന് KC വേണുഗോപാൽ. This 5 guarantee is going to be the game changer of this election. Party decided to take this message to the people of this country. On one side, government totally ignoring the youth of this country, farmers of this country, women of this country, and workers of this country. കർണാടക മോഡൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കോൺഗ്രസ് നീക്കം. ന്യായ് ഗ്യാരണ്ടികൾ താഴെത്തട്ടിലെത്തിക്കാൻ നിർദ്ദേശം നൽകി. കശ്മീരിന് സംസ്ഥാന പദവി, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമനിർമ്മാണം എന്നിവയാണ് മറ്റു പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. 24 ഡൽഹി. ബീഹാറിൽ NDAയുടെ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി അധ്യക്ഷൻ പശുപതി കുമാർ പരസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. RLJPക്ക് സീറ്റ് നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. ജാർഖണ്ഡിൽ JMM MLA സീതാ സോറൻ BJPയിൽ ചേർന്നു. ഇന്നലെയാണ് ബീഹാറിലെ NDA സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ഘടകകക്ഷിയായ RLJPക്ക് ഒരു സീറ്റ് പോലും നൽകിയില്ല. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 5 സീറ്റുകൾ നൽകിയതും RLJPയെ ചൊടിപ്പിച്ചു. അതൃപ്തി രേഖപ്പെടുത്തിയതിനു പിന്നാലെ RLJP അധ്യക്ഷൻ പശുപതി പരസ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. സഖ്യമുപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. ബീഹാറിൽ BJP 17 സീറ്റുകളിലും JDU 16 സീറ്റുകളിലും ജിതൻ മാഞ്ചിയുടെ HAM 2 സീറ്റുകളിലുമാണ് മത്സരിക്കുക. BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. പട്ടികയിൽ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. മറ്റു പാർട്ടികളിലെ നേതാക്കളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ BJP തുടരുകയാണ്. ഇതിനിടയിലാണ് പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് JMM വിട്ട് സീതാ സോറൻ BJP അംഗത്വം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ JMMന് സീതാ സോറന്റെ പാർട്ടി വിടൽ തിരിച്ചടിയാകും. 24 ഡൽഹി. RJD നേതാവ് V സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻപിള്ളയെ കണ്ടത്. മറ്റ് പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ എത്തുമെന്ന് BJP ആവർത്തിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്.
പത്മജി അടക്കം കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് കൂടണഞ്ഞപ്പോൾ ഇടതു നേതാക്കൾ ചിലരും പാർട്ടിയിലേക്ക് വരുമെന്നായിരുന്നു BJP സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് വി സുരേന്ദ്രൻപിള്ളയെ രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ വീട്ടിലെത്തി കണ്ടത്. രാവിലെ 9:15 കവടിയാറിലെ സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ 15 മിനിറ്റോളം ചിലവിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. സുരേന്ദ്രൻപിള്ളജി ഒരു വലിയൊരു എൻ്റെ ഇതിൽ വലിയൊരു റെസ്പെക്റ്റഡ് ലീഡറാണ്. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ ഞാനൊരു കേർട്ടസി വിസിറ്റിന് പോയി. അവിടുന്ന് ക്യാമ്പയിൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഒരു രാഷ്ട്രവുമില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സാധാരണ നിലയിൽ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുവെന്നും താൻ LDF-ന്റെ പ്രവർത്തകനാണെന്ന് വിശദീകരിച്ചുവെന്നും സുരേന്ദ്രൻപിള്ളയും പറയുന്നു. RJD-യിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിൽ ഉന്നയിച്ചതടക്കം മുൻപ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതേസമയം BJP-യെയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJP-യെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP-യുടെ ഗവൺമെന്റ് വിവിധങ്ങളായ വഴികളിലൂടെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ബോധപൂർവമായ അജണ്ടയും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇതിനെല്ലാം എതിരായ വലിയ പോരാട്ടത്തിലേക്കാണ് രാജ്യത്തെ ജനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ സുരേന്ദ്രൻപിള്ളയോടുള്ള CPM-ന്റെ നിലപാട് നിർണായകമാകും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. കെ കരുണാകരന്റെ ബന്ധുക്കളെയും കോൺഗ്രസ് നേതാവ് തേറമ്പൽ രാമകൃഷ്ണനെയും സന്ദർശിച്ച് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപിയെയും നേരിൽ കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി പിടിക്കുന്നത് 0 വോട്ടെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പരിഹസിച്ചു. പിന്തുണയ്ക്കാൻ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്ന വിവാദം കെട്ടടങ്ങും മുമ്പാണ് കെ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ സുരേഷ് ഗോപിയുടെ സന്ദർശനം. അന്തരിച്ച സത്യഭാമയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച സുരേഷ് ഗോപി മടങ്ങിയത് ചായ സൽക്കാരത്തിന് ശേഷം. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വോട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല. കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണനെയും വസതിയിലെത്തി കണ്ടു. സന്ദർശനത്തെക്കുറിച്ച് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട്. കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും. അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് ചെന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചല്ല, പത്മഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഗെറ്റ് ഔട്ട് അടിച്ചു. അധികം എവിടെ കിട്ടിയാണ് സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. കലാമണ്ഡലം ഗോപി ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് വേണ്ടി വീഡിയോ ഇറക്കിയത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നും ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനെ താൻ നേരിൽ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം ആസൂത്രിതമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പോൾ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലെത്തിച്ചതിന് പിന്നാലെ സന്ദർശനത്തിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ് BJP നീക്കം. 24 തൃശൂർ. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ അസഭ്യ പരാമർശവുമായി MM മണി. മുൻ MP PJ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ട്. നാടൻ പ്രയോഗമെന്ന പേരിൽ MM മണി പറയുന്ന അസഭ്യം കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയെന്ന് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. MM മണിയെ നിയന്ത്രിക്കാൻ CPIM തയ്യാറാകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ തൂക്കുപാലത്ത് അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലാണ് MM മണിയുടെ ഈ വിവാദ പരാമർശം. ഇനിയും വന്നിരിക്കുക, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാം, ഒലത്താന്നും പറഞ്ഞു നന്നായി കൊല്ലത്തേക്കുള്ളൂ, നന്നാക്കുമ്പോ. അതുകൊണ്ടാണല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതിന് മുമ്പ് PJ കുര്യൻ നേരെ പടിയായിരുന്നു, പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ? നാടൻ പ്രയോഗം എന്ന പേരിൽ MM മണി പറയുന്ന അധിക്ഷേപ പരാമർശങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയാണെന്നും സാംസ്കാരിക നായകരും മാധ്യമങ്ങളും MM മണിക്ക് വിശുദ്ധ പദവി നൽകുന്നുവെന്നും ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് MM മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി.
BJP നേതാക്കളുമായുള്ള CPIM നേതാക്കളുടെ ബിസിനസ് ബന്ധം ചർച്ചയാകാതിരിക്കാൻ MM മണിയെ കൊണ്ട് മുഖ്യമന്ത്രി ഓരോന്ന് പറയിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ്, അതാണ് ചർച്ചയിൽ. ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് പണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിൻ്റെ മുമ്പിലേക്ക് ചില പ്രമാണിമാർ കള്ളുകൊടുത്ത ആളായിരിക്കും, ചട്ടമ്പികൾ, അവരവരുടെ വീടിന് മുമ്പിൽ ചെന്ന് ചീത്ത വിളിക്കും. അതുപോലെ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. MM മണിയുടെ അധിക്ഷേപ പരാമർശത്തിൽ പരാതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചു വരികയാണ്. 24 ഇടുക്കി. ഈ മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തെരഞ്ഞെടുപ്പ് ചിഹ്ന ഹർജിയിൽ NCPയുടെ ക്ലോക്ക് ചിഹ്നം അജിത് പവാർ വിഭാഗത്തിന്, ശരത് പവാർ വിഭാഗത്തിന് കൊമ്പ് വിളിക്കുന്ന മനുഷ്യന്റെ ചിഹ്നം നൽകണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സേലത്തെ പ്രചാരണത്തിലും ശക്തി പരാമർശമുയർത്തി പ്രധാനമന്ത്രി. സനാതന ധർമ്മത്തെ തകർക്കുകയാണ് DMK കോൺഗ്രസ് ലക്ഷ്യമെന്നും നരേന്ദ്രമോദി. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനൊപ്പം വേദി പങ്കിട്ട മീനച്ചിൽ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെ നടപടി. CP ചന്ദ്രൻ നായരെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന് K ശിവദാസൻ നായർ. കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തിയെന്ന് സൂചന. മഞ്ചേശ്വരത്ത് BJP ശില്പശാലയ്ക്കിടെ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കുഞ്ചത്തൂരിലെ ശില്പശാല അലങ്കോലമായി. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാറിനെതിരെ ഒരു വിഭാഗം. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. പേരാമ്പ്ര അനു കൊലപാതകത്തിൽ മുജീബ് റഹ്മാനുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി. മുജീബ് റഹ്മാൻ ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂർ കോരാറമ്പയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. കഴിഞ്ഞ 10 രാത്രിയാണ് മുജീബ് ഇവിടെ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, തെളിവെടുപ്പ് തുടരുകയാണോ? ഒപ്പം ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിലേക്കുള്ള കൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിലേക്ക് കൂടി പോലീസ് അന്വേഷണം പോകില്ലേ? അനുജ, തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂരിലെ കോരാറമ്പ എന്ന സ്ഥലത്ത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ നൗഫൽ എന്നയാളുടെ വീടിൻ്റെ ഒരു ഭാഗത്ത്, ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്ക് കഴിഞ്ഞ 10-ന് അർദ്ധരാത്രിക്ക് ശേഷം ഈ വീടിനകത്ത് കയറി ഈ ഗ്ലാമർ ബൈക്ക് മോഷ്ടിച്ച് വീടിൻ്റെ പിൻഭാഗത്ത് കൂടി, അവിടെ ഈ വാഹനം പോകാൻ തടസ്സമായിരുന്ന 2 കല്ലുകളൊക്കെ ഇളക്കി മാറ്റിയാണ് ബൈക്ക് കൊണ്ടുപോയത്. ഒപ്പം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഹെൽമറ്റും കോട്ടും ഇദ്ദേഹം മോഷ്ടിച്ചു. ഈ ഭാഗത്ത് കൂടി, അതായത് മയിൽ ഭാഗത്തേക്കുള്ള റോഡാണ്, ഈ ഭാഗത്തു കൂടി ഇദ്ദേഹം സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ആളാണ്. അങ്ങനെയാണ് ഈ സ്ഥലം ഉൾപ്പെടെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ മോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതിനുശേഷമാണ് ഇദ്ദേഹം പേരാമ്പ്രയിലേക്ക് യാത്ര ചെയ്തത്. അതിനുശേഷം അനുവിനെ ലിഫ്റ്റ് കൊടുക്കാനെന്ന വ്യാജേന വാഹനത്തിൽ കയറ്റുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആഭരണങ്ങൾ മോഷ്ടിക്കുകയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പിന്നീട് ഈ വാഹനം എവിടെ നിന്ന് എങ്ങനെ എന്ന് പോലീസ് അന്വേഷിച്ചു. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൗഫലിൻ്റെ വാഹനം, അന്ന് തന്നെ നൗഫൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. മട്ടന്നൂർ പോലീസിൽ ഈ മോഷണത്തിന് തൊട്ടുമുന്നേ പിറ്റേ ദിവസം രാവിലെയാണ് ഈ മോഷണ വിവരം തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കൃത്യമായ റൂട്ട് വ്യക്തമാവുകയും ചെയ്തു. ഈ ഭാഗത്തടക്കം മറ്റ് മോഷണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, മോഷണങ്ങളും പ്രതി നടത്തിയിട്ടുണ്ടെന്നതാണ് വ്യക്തമാകുന്നത്. ഇദ്ദേഹം മറ്റ് പല കേസുകളിലും ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തത ഇതിനകം പുറത്തു വന്നതാണ്. നിരവധി കേസുകളിൽ ഇതിനകം പ്രതിയായ വ്യക്തി കൂടിയാണ്. ഏതായാലും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് പോലീസ് സംഘം, പേരാമ്പ്ര DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു, അവർ തെളിവെടുപ്പ് പൂർത്തീകരിച്ച് മടങ്ങിയിട്ടുണ്ട്. പേരാമ്പ്ര അനു കൊലപാതക കേസ് പ്രതി മുജീബുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപം ട്രാവലർ മറിഞ്ഞ അപകടം, 14 പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, താഴേക്ക് വാഹനം പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പരുക്കേറ്റവരുടെ ആരോഗ്യനില? അനുജ, മാങ്കുളം ആനക്കുളം റൂട്ടിൽ പേമരം വളവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രാവലർ നിയന്ത്രണം വിട്ട് വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞത്. 14 പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിന് എത്തിയവരാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി 13 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആനക്കുളത്ത് ആനയെ കാണുന്നതിന് വേണ്ടി മൂന്നാറിൽ സ്റ്റേ ആയിരുന്നു. ഇവർ മൂന്നാറിൽ നിന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ആനക്കുളത്തേക്ക് പുറപ്പെട്ടതാണ്. വലിയ ഇറക്കമായതുകൊണ്ട് തന്നെ ആ വാഹനത്തിന്റെ നിയന്ത്രണം തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവർക്ക് കൃത്യമായി വഴിയുടെ ഒരു പരിചയക്കുറവുണ്ട്. അങ്ങനെ വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടി വലിയ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപമാണ് ട്രാവലർ മറിഞ്ഞ അപകടമുണ്ടായത്. 14 പേർക്ക് പരുക്ക്, ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമെന്ന ആശങ്കാജനകമായ വാർത്തയാണ് ഈ ഘട്ടം പുറത്തുവരുന്നത്. വീണ്ടും ഒരു ഇടവേള. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ.
ഇഫ്താർ സമയം അറിയിക്കാൻ മുഴങ്ങുന്ന പീരങ്കി വെടി കൗതുക കാഴ്ചയാണ്. പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന UAE ഇത്തവണ 7 ഇടങ്ങളിലാണ് പീരങ്കികൾ സജ്ജീകരിച്ചത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബാങ്ക് വിളിക്കാനും ബാങ്ക് വിളിക്കുന്നത് അറിയിക്കാനും ഇന്നത്തെ പോലെ ആധുനിക ഉപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലം. ചുറ്റും മരുഭൂമി മാത്രമായിരുന്ന ഒരു പ്രദേശം. ഈ മരുഭൂമിയിലൂടെ കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്തേറി സഞ്ചരിക്കുന്ന കച്ചവട സംഘങ്ങളെ ഇഫ്താർ സമയം അറിയിക്കാനുള്ള ഏക മാർഗം അതായിരുന്നു ഈ പീരങ്കി വെടിവെച്ച. കാലമേറെ കടന്നുപോയി. UAE ആകാശമുട്ട വളർന്നു. ആധുനികതയിലേക്കുള്ള ഈ വളർച്ചയ്ക്കിടയിലും പക്ഷേ ഈ നാട്ടുകാർ തങ്ങളുടെ ഇന്നലകളെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും മറന്നില്ല. പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഇഫ്താർ സമയങ്ങളിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പീരങ്കി ശബ്ദം ഇന്നും മുഴങ്ങും. ഇത്തവണ ദുബായിൽ 7 ഇടങ്ങളിലാണ് പീരങ്കികൾ മുഴങ്ങുക. മൊബൈൽ പീരങ്കിയും ഇത്തവണ ദുബായ് പോലീസ് രംഗത്തിറക്കിയിട്ടുണ്ട്. ഷാർജയിൽ 5 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ റമദാൻ പീരങ്കി മുഴങ്ങുന്നത്. എക്സ്പോ 2020 വേദിയാണിത്. ഇപ്പോൾ ഈ സ്ഥലത്തിന് പേര് എക്സ്പോ സിറ്റി എന്നാണ്. കാലാവസ്ഥാ ഉച്ചകോടി അടക്കമുള്ള ലോക മഹാസമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം. ഇവിടെയും ഇത്തരത്തിൽ ഇഫ്താർ പീരങ്കികൾ മുഴങ്ങും. തങ്ങളുടെ പൈതൃകം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി കാഴ്ചവെക്കുകയാണ് UAE. പെരുന്നാൾ ദിവസം വരെ ഇത്തരത്തിൽ പൈതൃകത്തിന്റെ മനോഹാരിത പങ്കിട്ട ശേഷമേ ഈ പീരങ്കികൾ നിശബ്ദമാവുകയുള്ളൂ. ദുബായിൽ നിന്നും ശരചുറകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.